പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി. സെപ്റ്റംബർ 8 ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള 8 ദിവസത്തെ നോമ്പ് പരിസമാപിക്കുകയാണ്. ഈ ദിവസം പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഒരു സുപ്രധാനമായ പാഠം നമുക്ക് പഠിക്കുന്നതിന് ശ്രമിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. കന്യകമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. ഈ ഒരു വലിയ വചനം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കണം. മറിയാമിന് അങ്ങനെ ഒരു വലിയ ഭാഗ്യം ലഭിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഭാവം എന്തായിരുന്നുവെന്ന് നാം തിരിച്ചറിയണം. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. കന്യകമറിയാം ഒരു ഭക്തയായിരുന്നു. ഏതൊരു ഭക്തയ്ക്കും ഏതൊരു ഭക്തനും 2 സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, കന്യകമറിയാം പ്രാർത്ഥനയിൽ ദൈവാഭിമുഖമായി നിൽക്കുന്ന ജീവിതക്രമം ഉള്ള ഒരു മാതൃകാ വനിതയായിരുന്നു. ദൈവാഭിമുഖമായി നിൽക്കുന്ന കന്യകമറിയാമിനോട് ദൈവം അഭിമുഖമായി വന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ പറയുകയാ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. ഈ ഒരു അനുഗ്രഹീതമായ വചനം നാം ഓരോരുത്തരെയും പേര് വിളിച്ച് ഇന്ന് ദൈവം പറയണം. മാലാഖ നമ്മോട് ദൈവവചനം, ദൈവത്തിൻ്റെ ദൂത് അറിയിക്കേണ്ടതുണ്ട്. കന്യകമറിയാം യാമപ്രാർത്ഥനകൾ നടത്തുന്ന ശീലമുള്ള ആളായിരുന്നു. അവൾ വളരെ പുലർച്ചെ തന്നെ എഴുന്നേറ്റു. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഏതാണ്ട് 4 മണിയോടടുത്ത വെളുപ്പിന് 4 മണിയോടടുത്ത സമയം അവൾ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിന്ന് ദൈവാഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഗ്രഹകാര്യങ്ങളിലൊക്കെ വ്യാപരിച്ചു. വീട്ടുകാര്യങ്ങളൊക്കെ ഒതുക്കി. അവരുടെ 3-ാം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ 9 മണി, നമ്മുടെ 6 മണി, അവർക്ക് 1 എന്ന് തുടങ്ങും. അങ്ങനെ 3-ാം മണി പ്രഭാതം. അപ്പോൾ യാമപ്രാർത്ഥനയ്ക്കുള്ള നേരമായി. ഉൾമുറിയിലേക്ക് കടന്നു ചെന്ന് ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് കന്യകമറിയാം പ്രാർത്ഥിച്ചു. ദേവാലയത്തിന്, യെരുശലേം ദേവാലയത്തിന് ആ ദിശയിലേക്ക് നോക്കി അവൾ കുമ്പിട്ട് നമസ്കരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വസ്ത്രത്തുമ്പെടുത്ത് തലയിലിട്ട് കുമ്പിട്ടുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കുന്ന കന്യകമറിയാം, അതൊരു ഭക്തൻ്റെ ഒരു ശാരീരികമായ പ്രാർത്ഥനയിലുള്ള നിലയാണ്. ഈ പ്രാർത്ഥനാ സ്വഭാവം അവളുടെ ജീവിതത്തിൽ അവളുടെ ആളത്വത്തിൻ്റെ ഭാഗമായി രൂപാന്തരപ്പെടുകയായിരുന്നു.
അങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭത്തിലാണ് ദൈവം അവൾക്ക് അഭിമുഖമായി വന്നു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു വലിയ അംഗീകാരം അവളെ അറിയിക്കുന്നത്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1-ാം അധ്യായം തന്നെ 30-ാം വാക്യത്തിൽ മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് വീണ്ടും അറിയിക്കുകയായി. ദൈവാഭിമുഖമായി നിൽക്കുന്ന കന്യക മറിയ, അത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു നിലയാണ്, ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്, സ്വഭാവമാണ്. ദൈവത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് അഭിമുഖമായി വരും. ആ മുഖപ്രകാശം നമ്മളുടെ മുഖത്തിന്മേൽ പതിയും. ദൈവത്തെ അഭിമുഖമായി അറിയുവാൻ കന്യകമറിയാമിന് കഴിഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കണം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം മോശയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു മോശ. പക്ഷേ അങ്ങനെ ദൈവം മോശയ്ക്ക് അഭിമുഖമായി വന്ന് സംസാരിക്കുന്നതിന് ഒരു പ്രത്യേകമായ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം മോശ ദൈവതിരുസന്നിധിയിലേക്ക് കയറി ചെന്നു. സീനായി മലയുടെ മുകളിലാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. ദൈവത്തെ കാണുവാൻ നോമ്പെടുത്ത് ഉപവസിച്ച് മല കയറി ഏകാന്തതയിൽ ദൈവതിരുസന്നിധിയിൽ നിന്ന് അവൻ അഭിമുഖമായി നിന്നപ്പോൾ ദൈവം മോശയുടെ അടുക്കിലേക്ക് വന്നു. ഒരു സ്നേഹിതനോട് എന്നതുപോലെ മോശയോട് ദൈവം സംസാരിച്ചു. ഇത് ഒരു ഭക്തൻ്റെ നിലയാണ്. ഒരു ഭക്തൻ്റെ ആളത്വത്തിൻ്റെ സമഗ്രമായൊരു ഭാവമാണ്, ഒരു ഭക്തഭാവമാണത്. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഏകാന്തതയിലേക്ക് ഒരുക്കത്തോടെ കടന്നു ചെല്ലുക. ദൈവം നമുക്ക് അഭിമുഖമായി വരും എന്ന പാഠം. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു ഭാവമുണ്ട്. ആ ഭാവം രൂപപ്പെട്ടു വരുന്നത് ദൈവവചന വായനയിലൂടെയാണ്. കന്യകമറിയാമിൻ്റെ പാട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം തന്നെ 46 മുതൽ 56 വരെയുള്ള അധ്യായങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അമ്മ അങ്ങനെ ഒരു ഗാനം ആലപിക്കുന്നത് സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമായിരുന്നു. സങ്കീർത്തനങ്ങളുടെ ഓരോ വരികളും പ്രയോഗങ്ങളും വാക്കുകളും അതവരുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിരുന്നു. ഒരു സന്ദർഭം വന്നപ്പോൾ അത് ഒരു ഗാനമായി അനർഗളമായി ഒഴുകുകയായിരുന്നു. ഇത് ഇങ്ങനെ ഒരു പ്രത്യേകമായ സവിശേഷത കന്യകമറിയാമിനുണ്ടായത് ദൈവവചന വായനയിലൂടെയാണ്. ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ആ വചനം നമ്മളെ തിരുത്തും. ആ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ഈ രൂപാന്തരം നമ്മളുടെ മനസ്സിലുണ്ടാവും, മനസ്സിൻ്റെ ചിന്തകളിലും വിചാരങ്ങളിലും ഉണ്ടാവും, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലുണ്ടാവും, നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതുണ്ടാവും.
മനോവാക്രമങ്ങളിൽ ഈ ഒരു വചനത്തിൻ്റെ സ്വാധീനം, ദൈവവചന സ്വാധീനം, രൂപാന്തരപ്പെടുത്തുന്ന സ്വാധീനം തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ മറിയാം ദൈവവചനം പാഠമാക്കി, മനഃപ്പാഠമാക്കി, അവൾ ദൈവവചനപ്രകാരം അവളുടെ സമഗ്രമായ ആളത്വത്തെ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ദൈവവചനം കൊണ്ട് നിറഞ്ഞ കന്യകമറിയാമിൽ വചനമാം ദൈവം ഇറങ്ങി വസിച്ച് ഉടലെടുത്ത് അങ്ങനെ കന്യകമറിയാം യേശു ക്രിസ്തുവിന്, വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിന്, ദൈവത്തിന് ജന്മമെടുക്കുവാനുള്ള മാനപാത്രമായി രൂപാന്തരപ്പെട്ടു. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു ഭക്തൻ്റെ രണ്ട് ഭാവങ്ങൾ: ഒന്ന്, ദൈവാഭിമുഖമായി ദൈവത്തെ കാണുവാൻ അടുത്ത് ചെല്ലുന്ന ഒരു ഭക്തൻ. അതുപോലെ തന്നെ ദൈവവചന വായനയിലൂടെ ദൈവവചനം കേൾക്കുന്ന ഒരു ഭക്തൻ. ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ഭക്തനിലേക്ക്, ദൈവവചന വായനയിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കാതോർക്കുന്ന ഒരു ഭക്തനിലേക്ക് ദൈവം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. യു ആർ, ഓ മേരി, ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഇസ് വിത്ത് യു എന്നാണ് പറയുന്നത്. യു ആർ എ ബ്ലസ്സഡ് പേഴ്സൺ. ഇത് കേൾക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കന്യകമറിയാമിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ കന്യകമറിയാം ഒരു ഭക്തയായിരുന്നു, എ ഡിവോട്ടി ഓഫ് ഗോഡ്. ഒരു ഭക്തയ്ക്ക് ഈ രണ്ട് ഭക്തഭാവങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച് ദൈവത്തോട് സംസർഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന, ജീവിതത്തിൻ്റെ ഒരു ക്രമം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നയാൾ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി വചന വായനയിലൂടെ ദൈവം സംസാരിക്കുന്നത് കാതോർക്കുവാനുള്ള മനസ്സൊരുക്കം. ഇവ രണ്ടും നമ്മളിൽ നിറയുമ്പോഴാണ് ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടുക. കുഞ്ഞുങ്ങളെ, അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ നമ്മളോട് പറയുക, കുഞ്ഞേ, ഈ രണ്ട് ഭക്തഭാവങ്ങൾ, പ്രാർത്ഥനയും വേദവായനയും നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുത്തുകൊള്ളണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ നിറയും, ജീവിതം അനുഗ്രഹീതമാവും. കുഞ്ഞുങ്ങളെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.